ഒരു പോൺ വീഡിയോ ഇറങ്ങിയെന്നും പറഞ്ഞ് തീർക്കാനുള്ളതാണ് എന്റെ ജീവിതം. അവളപ്പൊ തന്നെ കൈ മുറിച്ചേക്കണം. എനിക്കിനി ഒരിക്കലും പഴയ പോലെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലടി. എന്റെ ന്യൂഡിറ്റി ഉണ്ട് ഇത്രയും പേരുടെ ഇടയിലേക്ക്. നമ്മുടെ അച്ഛനൊഴിച്ച് ഈ ലോകത്തെ എല്ലാ ആണുങ്ങളും എന്നെ വേറെ കണ്ണോടെയാണ് കാണുന്നത്. നിനക്കറിയോ, നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ് പോലും ആ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അച്ഛന്റെ സ്ഥാനത്തുണ്ട് ആൾക്കാര് പോലും. കൂടെ കിടക്കുമ്പോ ആലോചിക്കണം. അവനും അങ്ങനെ തന്നെയല്ലേ? അവൻ സൂയിസൈഡ് ചെയ്തില്ലല്ലോ. ഈ വീഡിയോ ഇറങ്ങിയോണ്ട് അവന് പോവാത്തതൊന്നും നിനക്കും പോയിട്ടില്ല. ആ സമയത്ത് മെമ്മറിക്ക് വേണ്ടി എടുത്താണ്. ഞാൻ വിചാരിച്ചില്ലടാ. ചില്ലറക്കഴപ്പൊന്നുമല്ല മൈരെ. ഇതിങ്ങനെ ലീക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഫോണോടെ കൊടുത്തിട്ടില്ല. ഇതൊക്കെ പോട്ടെ, നീ കൈമുറിച്ച് ഹോസ്പിറ്റലിൽ കിടന്നിരുന്നപ്പോ ഞാൻ എന്നെ വിളിച്ചിരുന്നു നിന്നെ കെട്ടോന്ന് ചോദിക്കാൻ. ഇരുന്ന് മോങ്ങിയതല്ലാതെ നിന്നെ കെട്ടാന്നൊരു വാക്കവൻ പറഞ്ഞില്ല. ഇല്ല, അബി അങ്ങനെ ചെയ്യൂല. അവൻ എന്തായാലും എന്നെ കല്യാണം കഴിക്കും. അവളുടെ ചേച്ചി അങ്ങനെ ചോദിച്ചപ്പ എനിക്കൊന്നും പറയാൻ പറ്റിയില്ലടാ. നിനക്ക് കെട്ടാന്ന് പറയായിരുന്നില്ലേ? പുരോഗമനത്തെ എല്ലാരും പറയണം. അനുഭവിക്കണ ഞാനും ഈ ലോകത്തെ എല്ലാവരും എന്റെ ഭാര്യ സെക്ഷൽസ് ചെയ്യണം. സ്റ്റക്കായി പോയിട്ടാണ്, അതുകൊണ്ടാണ് അവനൊന്നും മിണ്ടായത്. നീ തന്നെ അങ്ങനെ ചെയ്യും. സൊസൈറ്റിക്ക് ഒരു പുരോഗമനം പോകുമ്പോഴാണ് രാവിലെ പുരോഗമനം കാണിക്കണമെങ്കിൽ രാത്രി അവളുടെ ടീമിനോട് കളി കഴിക്കും. ഒരു ക്യാമറയുടെ മുന്നിൽ തുണി കഴിക്കണേക്കാളും മുന്നേ നീ ആലോചിച്ചോ? ഇത്രയുള്ള ഒരാണ്, ഇത്രയുള്ള അവന്റെ പുരോഗമനം. അച്ഛനില്ലാത്ത കുട്ടിയാണ്. ഇനി അവനിവിടെ നിന്ന് കഴിഞ്ഞാൽ അവനൊരു ജീവിതം ഉണ്ടാവൂല. ഞാൻ ദുബായിക്ക് വിടുകയാണ്. ആ ചെക്കന് ദൈവ വിചാരമില്ലാത്തതിന്റെ കുഴപ്പമല്ലേ? നിങ്ങളുടെ വീട്ടിൽ വിഷ്ണുമായനെ ഇരുത്തിയിട്ടില്ലേ? ആ ചെക്കന് ഇന്ന് വരെയും പോയി ഒന്ന് തൊഴുതിട്ടുണ്ടാ? വിളിച്ചാ വിളിപ്പുറത്ത് തന്നെ ആളാണ്. അവന്റെ ഒരു ഒടുക്കത്തെ നിരീശ്വരവാദം എല്ലായിടത്തും മാറി. ഒരു പെങ്കൊച്ചിന്റെ ജീവിതം നശിപ്പിച്ചപ്പോ നിനക്ക് സമാധാനായ? സ്വന്തം അമ്മയുടെ മുന്നിൽ പോലും. എന്റെ ദൈവത്തിനൊന്നും വിശ്വാസമില്ല അച്ഛൻ. എന്തിനാ ദൈവം? അങ്ങനെ ജീവിതത്തിൽ ഒരിക്കൽ നമുക്കെല്ലാം നഷ്ടപ്പെടും. ഒരിക്കൽ നമ്മുടെ ജീവിതം തന്നെ കൈവിട്ടു പോകും. അപ്പോൾ നമുക്ക് ജീവിക്കാൻ ഒരു പ്രതീക്ഷ വേണ്ടേ? ആ പ്രതീക്ഷയാണ് ദൈവം. പ്രതീക്ഷകൾ അവസാനിക്കുന്നിടത്ത് വിശ്വാസങ്ങൾ തുടങ്ങും. ദൈവത്തിനെ മുന്നിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ശേഷം നടന്ന സീൻ പാർട്ട് 3 കാണാതെ പോവല്ലേ മക്കളെ നിങ്ങൾ. സീൻ